ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കേരളത്തിലെ വിലക്കയറ്റം സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന്മേൽ നിയമസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. രാജ്യത്തെ ITIകളെ AI അധിഷ്ഠിത പരിശീലന കേന്ദ്രങ്ങളാക്കി ഉയർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട ദേശീയ സമ്മേളനം മൻധൻ 2025ന്റെ ഉദ്ഘാടനം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ നിർവഹിക്കും. സുരക്ഷാ പദ്ധതികൾക്കായി ഇന്ത്യൻ റെയിൽവേ പ്രതിവർഷം 1,30,000 കോടി രൂപ ചെലവഴിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോ ഫൈനലിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഇന്നിറങ്ങും. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ന് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ വിലക്കയറ്റം സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന്മേൽ നിയമസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. PC വിഷ്ണുനാഥാണ് പ്രമേയം അവതരിപ്പിച്ചത്. വിലക്കയറ്റത്തിൽ കേരളം രാജ്യത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും മുന്നിലാണെന്നും ഫലപ്രദമായ വിപണി ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നും പ്രതിപക്ഷം വിമർശനമുയർത്തി. വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ വസ്തുക്കളുടെ വില വൻതോതിൽ കൂടിയതായും PC വിഷ്ണുനാഥ് ചൂണ്ടിക്കാട്ടി. വിലക്കയറ്റത്തെ സർക്കാർ ഫലപ്രദമായാണ് നേരിടുന്നതെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഭരണപക്ഷാംഗം വി ജോയ് പറഞ്ഞു. ചർച്ച തുടരുകയാണ്. നിയമസഭയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. സഭാ നടപടികൾ നിർത്തിവെച്ച് അടിയന്തര വിഷയം ചർച്ച ചെയ്യണം എന്ന് ചട്ടം 50 പ്രകാരമുള്ള ഉപക്ഷേപങ്ങളിൽ തുടർച്ചയായ 3-ാം ദിവസവും ചർച്ച നടക്കുന്ന അപൂർവ കാഴ്ചയാണ് ഇന്ന് നിയമസഭയിൽ കാണാനായത്. വിലക്കയറ്റത്തെക്കുറിച്ച് PC വിഷ്ണുനാഥ് അടക്കമുള്ളവർ നോട്ടീസ് നൽകിയിരുന്നു. തങ്ങൾ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ അവസരം ലഭിക്കും എന്നും അതിനാൽ ചർച്ച നടക്കട്ടെ എന്നുമുള്ള നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത്. തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് 12 മുതൽ 2 മണിക്കൂർ ചർച്ച ചെയ്യാമെന്ന് സ്പീക്കർ പ്രഖ്യാപിക്കുകയായിരുന്നു. 2025 വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബിൽ, കേരള വന ഭേദഗതി ബിൽ എന്നിവ മന്ത്രി A. K. ശശീന്ദ്രൻ ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. ജൽജീവൻ മിഷനിലൂടെ സംസ്ഥാനത്ത് ഇതുവരെ 54.45 ലക്ഷം കുടിവെള്ള കണക്ഷനുകൾ നൽകിയതായി മന്ത്രി റോഷി അഗസ്റ്റിൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ 2025-26 സാമ്പത്തിക വർഷത്തിൽ 73 ഗ്രാമങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി OR കേളു നിയമസഭയിൽ വ്യക്തമാക്കി. സംസ്ഥാനങ്ങളിലെ വ്യാവസായിക പരിശീലന സ്ഥാപനങ്ങളെയും ITIകളെയും AI അധിഷ്ഠിത പരിശീലന കേന്ദ്രങ്ങളാക്കി ഉയർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇതിനാവശ്യമായ മുഴുവൻ ധനസഹായവും കേന്ദ്ര സർക്കാർ നൽകുമെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യൻ ഫൗണ്ടേഷൻ ഫോർ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ വാർഷിക സിംപോസിയത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. വികസിത ഭാരതത്തിലേക്ക് തന്ത്രപ്രധാന മാർഗരേഖ എന്ന പ്രമേയത്തിലൂന്നി ഡിഫൻസ് എസ്റ്റേറ്റ്സ് ഡയറക്ടറേറ്റ് ജനറൽ സംഘടിപ്പിക്കുന്ന ദേശീയ സമ്മേളനം മൻധൻ 2025 ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. 2 ദിവസത്തെ സമ്മേളനം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും. സൈനിക ഭൂമി കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പുനർവിചിന്തനം, നൂതന സാങ്കേതിക വിദ്യയും ഡിജിറ്റൽ ഉപകരണങ്ങളും പ്രയോജനപ്പെടുത്തൽ തുടങ്ങിയവയിൽ സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിക്കും. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 11 വർഷത്തിനിടെ കാർഷിക മേഖലയിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങളാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ കൃഷിയെ ആശ്രയിച്ച് കഴിയുന്ന ദശലക്ഷക്കണക്കിന് കർഷകരെ ശാക്തീകരിക്കുന്നതിനായി വിപുലമായ പരിപാടികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. കാർഷിക മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം 11 വർഷത്തിനിടെ 22,000 കോടിയിൽ നിന്ന് 1,37,000 കോടി രൂപയായി വർദ്ധിപ്പിച്ചു. രാജ്യത്തെ കർഷകർക്കാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്നും കർഷക താൽപര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. मेरे देश के किसान जो पैदाइश देते हैं, आज वो उत्पादन दुनिया के बाजार में पहुंच रहा है. 4 लाख करोड़ रुपया एग्रो प्रोडक्ट का एक्सपोर्ट हुआ है. ये मेरे देश के किसानों ने भी ताकत दिखाई है. देश के विकास की अनेक योजनाओं का लाभ आज हम उन तक पहुंचा रहे हैं. PM किसान सम्मान निधि हो, रेन वाटर हार्वेस्टिंग हो, सिंचाई की योजनाएं हो, क्वालिटी सीड्स हो, फर्टिलाइजर की आवश्यकता हो, हर क्षेत्र में आज और किसान को एक भरोसा हो गया है फसल बीमा का. उसका परिणाम भी देश को मिल रहा है.
കർഷകരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനായി നടപ്പാക്കിയ കിസാൻ സമ്മാൻ നിധിയിലൂടെ കഴിഞ്ഞ 6 വർഷത്തിനിടെ 4 ലക്ഷം കോടി രൂപയ്ക്കടുത്ത് വിതരണം ചെയ്യാൻ സാധിച്ചതും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൊന്നാണ്. ഡൽഹിയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചു. ഇതിനായി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ബൂത്ത് ലെവൽ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ടെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകിയിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രസ്താവനയിൽ പറഞ്ഞു. SIR നടപടികൾക്കായി 2002 വോട്ടർ പട്ടിക വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും വോട്ടർമാർ ഇത് പരിശോധിക്കണമെന്നും CEO അറിയിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ ബാലറ്റ് പേപ്പറുകളുടെ വ്യക്തത വർദ്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പനയിലും അച്ചടിയിലും മാറ്റങ്ങൾ നിർദ്ദേശിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതു സംബന്ധിച്ച് കമ്മീഷൻ കത്തയച്ചു. ബാലറ്റ് പേപ്പറിൽ ഇനി മുതൽ സ്ഥാനാർത്ഥികളുടെ ബഹുവർണ്ണ ചിത്രങ്ങളാകും നൽകുക. എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേരുകൾ ഒരേ ശൈലിയിലും വലിപ്പത്തിലുമുള്ള അക്ഷരത്തിൽ അച്ചടിക്കും. ബീഹാർ തെരഞ്ഞെടുപ്പ് മുതൽ ഇവ ഉപയോഗിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഈ മാസം 22 മുതൽ പ്രാബല്യത്തിൽ വരുന്ന GST ഘടനാ പരിഷ്കരണം വാഹന മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. 350 cc വരെയുള്ള ഇരുചക്ര വാഹനങ്ങൾ, ബസ്, ചെറിയ കാറുകൾ, ട്രാക്ടറുകൾ എന്നിവയുടെ നികുതിയിൽ കുറവ് വരുത്തിക്കൊണ്ടാണ് GST പരിഷ്കരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളുടെയും ചെറിയ കാറുകളുടെയും GST 28% നിന്നും 18% കുറയ്ക്കുന്നത് മധ്യവർഗത്തിന് ഏറെ പ്രയോജനം ചെയ്യും. ട്രാക്ടറുകളുടെ നികുതി 12% നിന്നും 5%, ബസിന്റെയും ട്രക്ക്, ഡെലിവറി വാൻ തുടങ്ങിയ വാഹനങ്ങളുടെയും GST 28% നിന്ന് 18% കുറച്ചിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേ സുരക്ഷാ പദ്ധതികൾക്കായി പ്രതിവർഷം 1,30,000 കോടിയിലധികം രൂപ ചെലവഴിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. നിരന്തരമായ ശ്രമങ്ങളുടെ ഫലമായി പ്രതിവർഷമുണ്ടാകുന്ന ട്രെയിൻ അപകടങ്ങളിൽ ഗണ്യമായ കുറവുണ്ടായതായും അദ്ദേഹം വ്യക്തമാക്കി. If you go back 11 years, then the number of accidents which used to happen were of the order of 170 a year. Because of all the focus on safety and huge investment in technology, better safety practices, the number has come down to 31 last year. That's a significant improvement, but we should not be stopping here. ദേശീയ അവാർഡ് നേടിയ ചലച്ചിത്രം ചലോ ജീത്തെ ഹെ രാജ്യവ്യാപകമായി റിലീസ് ചെയ്തു. പ്രധാനമന്ത്രിയുടെ ബാല്യകാലം പ്രമേയമാക്കി ചിത്രീകരിച്ച ബയോപിക് ഷോർട്ട് ഫിലിമാണിത്. സ്കൂളുകളിലും 500ഓളം സിനിമാശാലകളിലും ഒക്ടോബർ 2 വരെ പ്രത്യേക പ്രദർശനമുണ്ടാകും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള രാഷ്ട്രീയ തയ്യാറെടുപ്പുകൾ ആരംഭിച്ച് രാഷ്ട്രീയ പാർട്ടികൾ. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷായുമായി JDU അധ്യക്ഷൻ നിതീഷ് കുമാർ ഇന്ന് പട്നയിൽ കൂടിക്കാഴ്ച നടത്തി. സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ മുന്നണിയിൽ സജീവമാണ്. ബീഹാറിലെ 20 ജില്ലകളിലെ BJP പ്രവർത്തകരുമായി ശ്രീ അമിത്ഷാ ഇന്ന് സംവദിക്കും. ജപ്പാനിൽ നടക്കുന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ പുരുഷന്മാരുടെ ജാവലിൻ ത്രോ ഫൈനലിൽ ഇന്ന് ഇന്ത്യയുടെ നീരജ് ചോപ്ര മത്സരിക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 3:50 മത്സരം. യോഗ്യതാ റൌണ്ടിൽ 84.85 മീറ്റർ ദൂരം മറികടന്നാണ് നീരജ് ഫൈനലിൽ കടന്നത്. 12 താരങ്ങൾ കലാശപ്പോരിൽ മാറ്റുരയ്ക്കും. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ന് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാനെ നേരിടും. ഷെയ്ഖ് സയ്യിദ് സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് എയിൽ ഇന്നലെ പാകിസ്ഥാൻ ആതിഥേയരായ UAE 41 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഒമാൻ മത്സരം നാളെ രാത്രി 8 മണിക്കാണ്. UN പട്ടികയിൽ ഉൾപ്പെട്ടതും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതുമായ ഭീകര സംഘടനകളായ ലഷ്കർ-ഇ തൈബയ്ക്കും ജെയ്ഷെ മുഹമ്മദിനുമെതിരെ അന്താരാഷ്ട്ര തലത്തിൽ നടപടി ആവശ്യപ്പെട്ട ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട UN രക്ഷാസമിതി യോഗത്തിലാണ് ഇന്ത്യയുടെ UN അംബാസിഡർ P. ഹരീഷ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ വിലക്കയറ്റം സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന്മേൽ നിയമസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. രാജ്യത്തെ ITIകളെ AI അധിഷ്ഠിത പരിശീലന കേന്ദ്രങ്ങളാക്കി ഉയർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട ദേശീയ സമ്മേളനം മൻധൻ 2025 ഉദ്ഘാടനം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ നിർവഹിക്കും. സുരക്ഷാ പദ്ധതികൾക്കായി ഇന്ത്യൻ റെയിൽവേ പ്രതിവർഷം 1,30,000 കോടി രൂപ ചെലവഴിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോ ഫൈനലിൽ ഇന്ന് ഇന്ത്യയുടെ നീരജ് ചോപ്ര ഇറങ്ങും. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ന് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.